ദിവസങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നോമ്പിൻ്റെയും എല്ലാ അർത്ഥത്തിലും എല്ലാ വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും ഒഴിവാക്കി നാദിലേക്ക് സർവസ്വം സമർപ്പിച്ച് ഇന്ന് നവൈത്തു സോമ വദിന്നനദ ഈ ഫർലി റമദാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല, ഈ കൊല്ലത്തെ നോമ്പ് അള്ളാഹു തആലക്ക് നോറ്റി വീട്ടുവാൻ ഞാൻ കരുതിയെന്ന് നിയത്ത് വെക്കുകയും ഇന്ന് തന്നെ തറാവീഹ് നിസ്കാരം സ്പെഷ്യൽ നിസ്കാരമാണ്. ഇശാ നിസ്കാരത്തിന് ശേഷം 20 റക്അത്ത് എല്ലാ മുസ്ലിമീങ്ങളും അത് നിസ്കരിക്കും. അതുപോലെ റമദാൻ പ്രത്യേകമായി വിത്ർ ജമാഅത്തായി നിസ്കരിക്കും. അതുപോലെ അത്താഴം കഴിക്കും, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കും. അങ്ങനെ എല്ലായിടങ്ങളിലും എല്ലാ ഖാദിമാരും മാസം കണ്ടതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാസം നാളെ 1 അഥവാ ചൊവ്വാഴ്ച റമദാൻ 1 മാസം ഉറപ്പിച്ചായി എല്ലാവരെയും അറിയിക്കുന്നു. എല്ലാവർക്കും റമദാൻ ആശംസകൾ. പൊന്നാനിയിലാണ് കണ്ടത്. ഞങ്ങൾ പൊന്നാനിയിൽ ആളെ നിർത്തിയിരുന്നു, അവർ ഇവരെ അറിയിച്ചിട്ടുണ്ട്. വിശ്വാസികൾ പാലിക്കേണ്ട ദിനചര്യയിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പരിശുദ്ധമായ റമദാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയ ശുദ്ധീകരണമാണ്. അതിനുള്ള ഒരു മാധ്യമമായിട്ടാണ് ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിവാക്കുന്നത്. സ്വാഭാവികമായും വികാരങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് അവൻ്റെ മനസ്സ് റബ്ബിലേക്ക് സമർപ്പിച്ച് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങി ഇനി ഞാൻ ഒരാളോടുമായും വെറുപ്പുണ്ടാവില്ല, ഞാൻ ഒരാളെയും ഉപദ്രവിക്കില്ല, എന്നിൽ ഒരു തെറ്റുകുറ്റങ്ങളും ഉണ്ടാവുകയില്ല, അള്ളാഹു കൽപ്പിച്ചത് മാത്രമേ ഞാൻ ചെയ്യൂ, അള്ളാഹു നിരോധിച്ചെല്ലാം ഞാൻ ഒഴിവാക്കും. അതുപോലെ തന്നെ ഈ 30 ദിവസങ്ങൾ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കലൂടെ ഫലസ്തീനിൻ്റെയും പല ഭാഗങ്ങളിലും പട്ടിണി കിടക്കുന്നവരെ പട്ടിണി മനസ്സിലാക്കി കാരുണ്യത്തിൻ്റെ കൈനീട്ടം എല്ലാവരിലേക്കും നൽകി സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും ഉപകരിക്കുന്നത് മാത്രം ചെയ്യുക. പരിശുദ്ധമായ ഫുർഖാൻ അലീം അവതരിച്ച മാസമാണ്. ഈ മാസം പരമാവധി ഖത്ം ഓതുക. റമദാൻ ആദ്യത്തെ വെള്ളിയാഴ്ച വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ ബാങ്ക് വിളിക്കുന്നത് 2 കണ്ണും കാഴ്ചയില്ലാത്തവരാണ്. ഖുത്ബ ഓതുന്നത് മറ്റ് 2 കണ്ണും കാഴ്ചയില്ലാത്ത മറ്റൊരു പണ്ഡിതനാണ്. പ്രഭാഷണം നടത്തുന്നത് 2 കണ്ണിനും കാഴ്ചയില്ലാത്തവരാണ്. ഒരിക്കൽ കൂടി ഇപ്പം വൈകി കാണുന്ന ആളുകളോട് ഒരിക്കൽ കൂടി പറയാം, എവിടെയാണ് മാസം കണ്ടത്? നാളെയാണോ റമദാൻ? പൊന്നാനി ഞങ്ങൾ പ്രതിനിധികളെ ഏൽപ്പിച്ചിരുന്നു. അവർ മാസം കണ്ടു. അവിടുത്തെ ഖാദിയോട് വിവരം പറഞ്ഞു. അവിടുത്തെ ഖാദി മാസം ഉറപ്പിച്ചതായി വിവരം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഒട്ടുക്കും നാളെ ചൊവ്വാഴ്ച റമദാൻ 1 എന്ന് എല്ലാ ഖാദിമാരും ഉറപ്പിച്ചിരിക്കുന്നു. ഉന്മേഷ, ഇപ്പോൾ ഏറ്റവും ഒരു പുതിയ വിവരമാണ് ഇപ്പോൾ, അതായത് ഇത്രയും നേരം വിശ്വാസികൾ ഒന്നാകെ കാത്തിരുന്ന ആ ഒരു നിമിഷമാണ് എത്തിയിരിക്കുന്നത്. നാളെ റംസാൻ 1 പ്രഖ്യാപിക്കുന്നു. പൊന്നാനിയിലാണ് മാസപ്പിറവി കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഖലീൽ ബുഖാരി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മണിക്കൂറിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരും എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഖലീൽ ബുഖാരി തങ്ങൾക്ക് അല്പസമയം മുൻപ് ഫോൺ കോൾ വരികയായിരുന്നു. തുടർന്ന് ഒരു നാളെ മുതൽ ഈ റംസാൻ 1 പ്രഖ്യാപിക്കുകയാണ്. പൊന്നാനിയിലാണ് മാസപ്പിറവി കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വിവരം അറിയിക്കുകയാണ്. പൊന്നാനിയിലാണ് മാസം കണ്ടിട്ടുള്ളത്. اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين. പരിശുദ്ധ റമദാൻ മാസത്തിൽ അതിൻ്റെ എല്ലാ പവിത്രതയോടും ശ്രേഷ്ഠതയോടും കൂടി റമദാൻ മാസത്തിലെ ഇബാദത്തുകൾ നിർവഹിക്കുവാൻ സർവശക്തൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും കൃത്യമായ റമദാൻ ആശംസകൾ നേരുന്നു. തന്നെ നാളെ റമദാൻ 1 മാസപ്പിറവി കണ്ടത് പൊന്നാനിയിലാണ്. വിവിധ ഖാസിമാർ അക്കാര്യം അറിയിക്കുന്നുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു. നാളെ റമദാൻ 1. ഇനി പുണ്യമാസത്തിലേക്ക് വിശ്വാസികൾ കടക്കുന്നു. പൊന്നാനിയിൽ മാസപ്പിറവി കണ്ടു എന്നാണ് ഇപ്പോൾ ഖാസിമാർ അറിയിക്കുന്നത്. സമീർ ബിൻ കരീം കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, പറയൂ.
പശ്ചാത്തലത്തിൽ വിവിധ കാസിമാർ ഇപ്പോൾ റമദാൻ 1 നാളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഒപ്പം തന്നെ ഖലീൽ ബുഖാരി തങ്ങൾ അടക്കമുള്ള കാദിമാർ ഇപ്പോൾ പ്രഖ്യാപിച്ച് ഇരിക്കുന്നത്. നാളെ റമദാൻ 1 എന്നുള്ളതാണ് ഇവരുടെ പ്രഖ്യാപനം. ഈ മാസം ഷാബാൻ 29 പൂർത്തിയാക്കിയതിനു ശേഷമാണ് നിലവിൽ റമദാൻ നാളെ പ്രധാരംഭം ആരംഭിക്കാനിരിക്കുന്നത്. കേരളത്തിലെ ഉടനീളമുള്ള ഇസ്ലാം മത വിശ്വാസികൾക്ക് നാളെ വ്രതാനുഷ്ഠാനങ്ങളിലേക്ക് കടക്കും. വിശ്വാസപ്രകാരം പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമാണ് ഈ റംസാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ തന്നെ റമദാനിലെ പ്രത്യേക പ്രാർത്ഥനയായിട്ടുള്ള തറാവീഹ് നമസ്കാരം അത് ഇന്ന് രാത്രിയിൽ തന്നെ ആരംഭിക്കും. പ്രഥമ തറാവീഹ് നമസ്കാരം ഏതാണ്ട് മഗ്‌രിബിന് ശേഷമുള്ള ഇശാ നമസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും തറാവീഹ് നമസ്കാരം വിവിധ മസ്ജിദുകളിൽ ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ റമദാനുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പാണക്കാട് വിവിധ മധുരങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്തുകൊണ്ട് റമദാനിനെ വിശ്വാസികൾ വരവേറ്റിരിക്കുകയാണ്. ഏതായാലും നാളെയോടുകൂടി ഇനി 30 ദിനരാത്രങ്ങൾ ഇസ്ലാം മത വിശ്വാസികൾക്ക് വ്രതാനുഷ്ഠാനങ്ങളിലൂടെ കടന്നുപോകും. പകൽ മുഴുവനായും പ്രത്യേകിച്ചും ഈ കനത്ത ചൂടുകാലത്തെയും അതിജീവിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇസ്ലാം മത വിശ്വാസികൾ ഈ റമദാൻ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുക. വൈകുന്നേരം നോമ്പ് തുറക്കുന്നു. അതിനുശേഷമുള്ള രാത്രികളിൽ പ്രത്യേകമായ തറാവീഹ് നമസ്കാരം ഒപ്പം തന്നെ ഖുർആൻ പാരായണങ്ങളൊക്കെ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കും സ്വാഭാവികമായും ഇസ്ലാം മത വിശ്വാസികൾ ഈ റമദാനിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നിലവിൽ പ്രാർത്ഥനയിലൊക്കെ തന്നെ വിശ്വാസികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നുള്ളതാണ് വിവിധ കാദിമാരൊക്കെ തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ച് കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുവരെ മറ്റു മാസങ്ങളെ പോലെയല്ല കൂടുതൽ പുണ്യം ലഭിക്കുന്ന മാസമാണ്. അതോടൊപ്പം തന്നെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ കുറ്റവും ലഭിക്കുന്ന മാസമാണ്. ഈ ഒരു ഘട്ടത്തിൽ വിശ്വാസികൾക്ക് വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ള കർശനമായ നിർദ്ദേശവും നിലവിൽ കാദിമാരൊപ്പം തന്നെ മതപണ്ഡിതന്മാരും ഇപ്പോൾ മുന്നോട്ട് നൽകുന്നുണ്ട്. ഏതായാലും നിലവിൽ പ്രാർത്ഥനകൾ ആരംഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പ്രത്യേക പ്രാർത്ഥനയായ ഇശാ നമസ്കാരത്തിന് ശേഷം തറാവി നമസ്കാരം ഉൾപ്പെടെയുള്ള അതിലേക്ക് കടന്ന് വിശ്വാസികൾ പുണ്യ റമദാനെ വരവേറ്റിരിക്കുകയാണ്. ഉന്മേഷ്.